നമസ്കാരം. ഒരു കഥയാണ്, നന്മയുള്ള ഒരു കൊച്ചു കഥ. അച്ഛനും കൗമാരക്കാരിയായ മകളും ചേർന്ന് പൂന്തോട്ട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അമ്മ ഒരു പ്ലേറ്റിൽ 2 ആപ്പിളുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. മകളാകട്ടെ 2 ആപ്പിളുകളും കയ്യിലെടുത്ത് ഓരോന്നിലും മാറി മാറി കടിക്കുകയാണ്. അത് കണ്ടപ്പോൾ അപ്പൻ്റെ മനസ്സ് വല്ലാതെ നൊന്തു. എത്ര വാത്സല്യത്തോടെ എന്തെല്ലാം വാങ്ങി നൽകിയാണ് മകളെ വളർത്തുന്നത്. എന്നിട്ടും ക്ഷീണിതനായ തനിക്ക് ഒരാപ്പിൾ പോലും വേണോ എന്ന് അവൾ ചോദിക്കുന്നില്ലല്ലോ. കണ്ണു നിറഞ്ഞത് കാണാതിരിക്കാൻ വേണ്ടി അപ്പൻ കുനിഞ്ഞിരുന്നു. അടുത്ത നിമിഷം മകൾ ഒരാപ്പിൾ അച്ഛൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, അച്ഛാ, ഇതാ ഈ ആപ്പിൾ എടുത്തുള്ളൂ. കാരണം ഇതിനാണ് മധുരം കൂടുതലുള്ളത്. ഏതിനാണ് മധുരം എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ 2 ആപ്പിളുകളും കടിച്ചു നോക്കിയത്. ഇത്തവണ അച്ഛൻ്റെ കണ്ണു നിറഞ്ഞത് വേദന കൊണ്ടായിരുന്നില്ല, സന്തോഷം കൊണ്ടായിരുന്നു. ഉറ്റവരുടെ മിഴി നിറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. മിഴി നിറയ്ക്കേണ്ടത് അഭിമാനം കൊണ്ടും സന്തോഷം കൊണ്ടും ആത്മസംതൃപ്തി കൊണ്ടുമാണ്. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ചിലരെങ്കിലും സ്വാർത്ഥതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരുമുണ്ട്. എവിടെയാണ് നാം വിജയിയാകേണ്ടത്? നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മൾ സമ്മാനിക്കുന്ന ജീവിതാനുഭവങ്ങൾ കൊണ്ട്, നാം ഒരുക്കുന്ന സ്നേഹാനുഭവങ്ങൾ കൊണ്ട്, നമ്മുടെ പങ്കുവയ്ക്കലുകൾ കൊണ്ട് ഉറ്റവരുടെ മിഴി നിറയുകയാണെങ്കിൽ, അവരുടെ മിഴി സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ആത്മസംതൃപ്തി കൊണ്ടും നിറയുകയാണെങ്കിൽ, അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം മാത്രം നൽകട്ടെ. സന്തോഷം കൊണ്ട് അവരുടെ മിഴി നിറയ്ക്കട്ടെ. ഒരുക്കാം സ്നേഹത്തിൻ്റെ ഒരുപാട് നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ. നേരുന്നു ശുഭദിനം.